നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. KSRTCയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന ഹേമചന്ദ്രൻ IPS 2018 ജനുവരി 25 ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. KSRTC പെൻഷൻകാരിൽ രോഗബാധയെ തുടർന്ന് ബുദ്ധിമുട്ടനുഭവിക്കുന്ന കിടപ്പ് രോഗികൾ, ക്യാൻസർ രോഗികൾ, മേജർ ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയവർ, കിഡ്നി രോഗികൾ, മാരക രോഗങ്ങൾ ബാധിച്ച് ബുദ്ധിമുട്ടുന്നവർ എന്നിവർക്ക് വേണ്ടിയുള്ള ഉത്തരവായിരുന്നു അത്. ഇത്തരത്തിലുള്ള പെൻഷൻകാരെ സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷിച്ച് അതാത് യൂണിറ്റ് ഓഫീസർമാർ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത്. ഈ ഉത്തരവ് കൃത്യസമയത്ത് നടപ്പാക്കിയിരുന്നെങ്കിൽ രോഗബാധിതരായ നിരവധി KSRTC പെൻഷൻകാർ ഇങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ലായിരുന്നു. KSRTC CMD ഇട്ട ഈ ഉത്തരവ് പ്രകാരം അപേക്ഷ കൊടുത്തവരുടെ അപേക്ഷകൾ തടഞ്ഞുവെച്ചത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, പെൻഷൻ യൂണിയൻ, മറ്റ് KSRTCയുടെ അംഗീകൃത യൂണിയൻകാർ എന്നിവരുടെ അവിശുദ്ധ ബന്ധത്തിന്റെ ഭാഗമാണ്. ഇക്കാരണത്താലാണ് ഇന്ന് സുഖമില്ലാത്ത പല പെൻഷൻകാർക്കും ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. ഇതിന്റെ ഉത്തരവാദികൾ KSRTCയുടെ CMD മുതൽ ചീഫ് ഓഫീസിലെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങി 300 കോടിയോളം മാസവരുമാനമുള്ള KSRTCയെ കൊള്ളയടിക്കുന്ന എക്സിക്യൂട്ടീവ് മാഫിയ വില്ലന്മാരാണ്. ഇവരെ KSRTCയിൽ നിന്നും പിരിച്ചുവിട്ട് KSRTC ബഡ്ജറ്റ് കണക്കുകൾ, 20 വർഷമായുള്ള ഓഡിറ്റ് കണക്കുകൾ, KSRTCയുടെ മറ്റ് വരുമാനം എന്നിവയിലെല്ലാം അന്വേഷണം നടത്തണം. കൂടാതെ ചീഫ് ഓഫീസിലെ എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥരുടെ വരവിൽ കൂടുതലുള്ള സ്വത്തുക്കൾ കണ്ടെടുക്കേണ്ടതും അനിവാര്യമാണ്. KSRTCയുടെ മുൻ CMD ആയിരുന്ന ഹേമചന്ദ്രൻ IPS പുറത്തിറക്കിയ ഈ ഉത്തരവ് നടപ്പാക്കി രോഗികളായ പെൻഷൻകാർക്കെങ്കിലും കൃത്യമായി പെൻഷൻ കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നിലവിൽ ഉയരുന്ന ആവശ്യം.